ഏതൊരു ഇലക്ഷൻ വന്നാലും ക്യാമറയുമായിട്ട് കുറേ യൂട്യൂബേഴ്സും കുറേ ചാനൽസും പുറത്തിറങ്ങി നാട്ടുകാരോട് ചോദിക്കും, ആരാണ് ഇനിയുള്ള ഇലക്ഷൻ ജയിക്കേണ്ടത്, ആര് ഭരിച്ചാലാണ് ഈ നാട് നന്നാവുക. അപ്പം സാധാരണക്കാരായ ആൾക്കാർ പറയും, ഞങ്ങളെ സംബന്ധിച്ച് ആര് ജയിച്ചാൽ എന്താ, അവർ വരുന്നു, പൈസ ഉണ്ടാക്കുന്നു, അവർ പോകുന്നു, അല്ലാതെ ഇവർക്ക് ഡയറക്റ്റ്ലി ഇതുകൊണ്ടുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നില്ലെന്നാണ് പൊതുവെ സാധാരണക്കാർ പറയുന്നത്. മിക്ക വീഡിയോസിലും അവർ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബേസിക്കലി അവർക്ക് ഈ പൊളിറ്റീഷ്യൻസിലൊന്നും ഒരു വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും വരുന്നു, അധികാരത്തിൽ കയറുന്നു, പൈസ ഉണ്ടാക്കുന്നു, പോകുന്നു. അടുത്ത പാർട്ടി വരുന്നു, അധികാരത്തിൽ കയറുന്നു, പൈസ ഉണ്ടാകുന്നു, പോകുന്നു. വളരെ കുറച്ച് പേർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ളവർ അത് ചെയ്യാൻ സമ്മതിക്കാതെ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കാതെ, അവർക്ക് പണിയെടുക്കാൻ ഒരു അവസരവും കൊടുക്കാതെ തിന്നു മുടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ് ഈ ക്യാമറയുമായിട്ട് പല ജേർണലിസ്റ്റ് പുറത്തിറങ്ങി അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കും ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് എന്താ, അവർ വരുന്നു, പൈസ ഉണ്ടാക്കുന്നു, പോകുന്നു. ഈ അഭിപ്രായം വളരെ നാളായിട്ട് കേൾക്കുന്നത്, ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, 10-20 വർഷമായിട്ട് ആൾക്കാർ പറയുന്ന ഒരു അഭിപ്രായമാണ്, ആര് ഭരിച്ചാൽ എന്താ, അവർ വരുന്നു, പൈസ ഉണ്ടാക്കുന്നു, പോകുന്നു. ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ പാർട്ടിക്കാർ വരുന്നു, അവരുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയുന്നതല്ലാതെ അവർക്ക് എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഒരു ഗവൺമെന്റ് സക്സസ് എന്ന് പറയുന്നത് കുറേ സൗജന്യങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ലോങ് ടേം ആയിട്ട് ഈ നാട്ടിൽ ജീവിക്കാനായിട്ട് എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതിലൂടെയാണ് ഒരു ഗവൺമെന്റ് സക്സസ് ആണ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോഴേ ജനങ്ങളെ സംബന്ധിച്ച് ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഓരോ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും മനസ്സിലേറും. ഇപ്പൊ എനിക്ക് തന്നെ പല സ്ഥാനാർത്ഥികളെ അറിയാൻ പാടില്ല. കൂടുതലായിട്ട് ന്യൂസ് കാണുകയും പല ആളുകൾ ഷെയർ ചെയ്യുന്ന വീഡിയോസ് കാണുകയും അതിലെന്താ പറയുന്നതെന്നെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പോലും പല പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥികളെ അറിയാൻ പാടില്ല, അവരെന്ത് അച്ചീവ്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പല ആൾക്കാരും വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നല്ലാതെ എന്താണ് ഈ സ്ഥാനാർത്ഥികൾക്ക് കഴിവുള്ളത്, അവരുടെ കഴിവെന്താണ്, അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ജനം ഒരു സർവേയിൽ റിപ്ലൈ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ആര് ഭരിച്ചാൽ എന്താ, അവർ വരുന്നു, പൈസ ഉണ്ടാക്കുന്നു, അവർ പോകുന്നു, അല്ലാതെ ജനത്തിനൊരു ഗുണവുമില്ല.